ഹലോ എവ്രി വൺ. തൃശ്ശൂർക്കാരുടെ പള്ളിപ്പെരുന്നാളിന് വീട്ടിൽ അമ്പ് വരുന്നൊരു ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഉറ്റമടിയും പുല്ല് പറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പിണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വാഴ ഇല്ലാത്തതുകൊണ്ട് അപ്പയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ വാഴ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ക്ലീൻ ചെയ്ത് പൂ അധികം ഇല്ലാത്തതുകൊണ്ട് ചെറിയ 2 പിണ്ടിയാക്കിയിട്ട് മതിലിൻ്റെ മുകളിൽ വെക്കാമെന്നായിരുന്നു ഇപ്രാവശ്യത്തെ പ്ലാൻ. എങ്ങനെയുണ്ട്? കളറായിട്ടില്ലേ? ഇനി വീട്ടിൽ അമ്പ് വരുമ്പോഴത്തേനും ഉള്ളിലുള്ള ക്ലീനിങ്ങും കൂടി വേഗം ചെയ്യും. അങ്ങനെ ക്ലീനിങ്ങും അടിച്ചതോടെയും അലക്കും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അമ്പ് വയ്ക്കാനുള്ള മേശയും പ്ലേറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അമ്പ് വന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ അമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിൽ അമ്പുണ്ടാവും. ഇതിനിടയിൽ കോളേജിൽ കുറച്ച് വർക്ക് ചെയ്യാണ്ടിരുന്നൊക്കെ വേഗം ചെയ്തു തീർന്നു. വൈകുന്നേരം അമ്പ് വരുമ്പോൾ നമ്മൾ പ്രദക്ഷിണം പോലെ അമ്പും എടുത്ത് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോകണം. അങ്ങനെ എല്ലാ അമ്പും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് ഇപ്പോഴത്തെ ഒരു രീതി. അങ്ങനെ അമ്പൊക്കെ കൊണ്ടുവച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും നമ്മുടെ പെരുന്നാളിന് വിളിച്ച എല്ലാവരും ഹാജരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു പെരുന്നാൾ ദിവസത്തെ തിക്കും തിരക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും കുറേ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ പെരുന്നാളങ്ങ് കളറാക്കി. അപ്പോൾ തൃശ്ശൂർക്കാരുടെ പെരുന്നാൾ എങ്ങനെയുണ്ട്? കലക്കിയില്ലേ?